നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കറണ്ട് അഫെയർ 2025 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ല എന്ന് വെച്ചാൽ ഉത്തർപ്രദേശ് ലക്നൗ സ്വദേശിയാണ്. എവിടാണ്? ഉത്തർപ്രദേശ് ലക്നൗ സ്വദേശി. ആക്സിയം 4 മിഷൻ്റെ ഭാഗമായാണ് യാത്ര. അപ്പോൾ ഏത് മിഷൻ്റെ ഭാഗമായാണ്? ആക്സിയം 4. ആക്സിയം 4 എന്ന് പറയുന്നത് സ്പേസസ് കമ്പനിയുടെ ഭാഗമായിട്ടുള്ളതാണ് ആക്സിയം 4. ആക്സിയം 4ൻ്റെ പൈലറ്റായാണ് ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്ത് എത്തുന്നത്. വിക്ഷേപണം എന്നായിരുന്നു? 2025 ജൂൺ 25 ബുധൻ ഉച്ചയ്ക്ക് 12:01 എന്നാണ്. 2025 ജൂൺ 25 ബുധൻ ഉച്ചയ്ക്ക് 12:01. 2025 ജൂൺ 26 വൈകിട്ട് 4:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തി. ഹ്യൂസ്റ്റണിലെ സ്വകാര്യ കമ്പനിയായ ആക്സിയം സ്പേസ് നടത്തുന്ന വിക്ഷേപണം സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളും ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് നടത്തുന്നത്. അപ്പോൾ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളും ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം നടത്തുന്നത്. ബഹിരാകാശത്ത് കൊണ്ടുപോകുന്ന കളിപ്പാട്ടമാണ് ജോയി. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ഉത്തർപ്രദേശ് ലക്നൗ സ്വദേശിയാണ്. ആക്സിയം 4 മിഷൻ്റെ ഭാഗമായാണ് യാത്ര. ആക്സിയം 4 എന്ന് വെച്ചാൽ സ്പേസസ് കമ്പനിയുടെയാണ്. വിക്ഷേപണം എന്നാണ്? 2025 ജൂൺ 25 ബുധൻ ഉച്ചയ്ക്ക് 12:01 എന്നാണ് ബഹിരാകാശ നിലയത്തിലെത്തിയത്. 2025 ജൂൺ 26 വൈകിട്ട് 4:30 ഹ്യൂസ്റ്റണിലെ സ്വകാര്യ കമ്പനിയായ ആക്സിയം സ്പേസ് നടത്തുന്ന വിക്ഷേപണം സ്പേസസ് ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളും ഫാൽക്കൺ 9 റോക്കറ്റും ഉപയോഗിച്ചാണ് യാത്ര നടത്തുന്നത്. ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്ന കളിപ്പാട്ടമാണ് ജോയി. നാസയിലെ പെഗ്ഗി വിറ്റ്സൺ ആണ് കമാൻഡർ. അപ്പോൾ കമാൻഡർ ആരാണ്? പെഗ്ഗി വിറ്റ്സൺ. പെഗ്ഗി വിറ്റ്സൺ ആണ് കമാൻഡർ. ടിബോർ കബു ഹംഗറി, സ്ലാവോ ഉസ്നസ് വിസ്നിക് പോളണ്ട് എന്നിവരാണ് മറ്റു യാത്രക്കാർ. അപ്പം നാസയിലെ പെഗ്ഗി വിറ്റ്സൺ ആണ് ആര്? കമാൻഡർ. ഭ്രമണപഥത്തിൽ കടന്നപ്പോൾ യാത്രികർ ഡ്രാഗൺ പേടകത്തിന് നൽകിയ പേരെന്താണ്? ഗ്രേസ് എന്നാക്കി. അപ്പം ഡ്രാഗൺ പേടകത്തിന് ഭ്രമണപഥത്തിലെത്തിയപ്പോൾ ഗ്രേസ് എന്ന പേര് ആക്കി. ആക്സിയം 4 പദ്ധതി പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് കേരള കാർഷിക സർവകലാശാല. അവിടെ എത്തിക്കുന്ന വിത്തിനങ്ങൾ ഏതൊക്കെ? ജ്യോതി ഉമ നെല്ല്, സൂര്യ വഴുതന, കനകമണി കുറ്റിപ്പയർ, വെള്ളായണി വിജയ് തക്കാളി, തിലകധാര എള്ള് ഇവയൊക്കെയാണ് ബഹിരാകാശത്ത് നിലയത്തെത്തിച്ച വിത്തിനങ്ങൾ. പങ്കാളിയാകുന്ന കാർഷിക കോളേജ് ഏതെന്ന് വെച്ചാൽ വെള്ളായണി കാർഷിക കോളേജ്.